പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ മോൾ കോൺസെപ്റ്റ് അതാ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന പാഠത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ് തന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. അതിൽ 3 പ്രധാനപ്പെട്ട ഗ്യാസ് ലോസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബോയിൽസ് ലാ അഥവാ ബോയിൽ നിയമം. ഈ ബോയിൽ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടി ആദ്യം കാണുന്ന ഈ 2 ചിത്രങ്ങൾ നിങ്ങൾ കാണും. ഇതിൽ ആദ്യത്തെ കണ്ടെയ്നറിനെ ഞാൻ എ എന്നും രണ്ടാമത്തെ കണ്ടെയ്നറിനെ ഞാൻ ബി എന്നും വിളിക്കുക. എയിൽ ഞാനൊരു വാതകം എടുത്തിട്ടുണ്ട്. ആ എയിൽ എടുത്തിരിക്കുന്ന വാതകത്തെ അതിൻ്റെ താപനിലയിൽ വ്യത്യാസം വരുത്താതെ, ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുത്താതെ ഞാൻ അതിന് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ആണ് ഞാൻ എയിൽ എടുത്തിരിക്കുന്നത്. അതിന് ട്രാൻസ്ഫർ ടു അനദർ കണ്ടെയ്നർ ബി. മോളിക്യൂൾസ് നോക്കൂ, ഇതിനകത്ത് ഉള്ള അത്രയും മോളിക്യൂൾസ് അപ്പുറത്ത് വന്നു. ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ആദ്യത്തെ കണ്ടെയ്നറിനകത്ത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം വളരെ കൂടുതലാണ്. ഇത്രയും വ്യാപ്തം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സിലിണ്ടറിലേക്ക് മാറ്റിയപ്പോൾ അതിന്റെ വ്യാപ്തം എന്ത് ചെയ്തു? കുറഞ്ഞു. നേരത്തെ ഉള്ളതിനേക്കാൾ വ്യാപ്തം കുറവാണ് രണ്ടാമത്തെ. അപ്പൊ സ്വാഭാവികമായിട്ട് തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്ക് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ ഒരു കണ്ടെയ്നറിനകത്തിരിക്കുന്ന വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടുമെന്നും അത് പാത്രത്തിന്റെ ഉൾഭിത്തിയിലൊരു കൂട്ടിമുട്ടൽ ഉണ്ടാക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് പ്രഷർ അഥവാ വാതകമർദ്ദം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് ഉള്ള കൂട്ടിമുട്ടൽ നിരക്കിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് കൂട്ടിമുട്ടൽ നിരക്ക്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ നിരക്ക് കൂടുന്നു. അതായത് മർദ്ദം കൂടുന്നു, പ്രഷർ കൂടുന്നു. അപ്പോ വോളിയം കുറഞ്ഞപ്പോൾ, വോളിയം കൂടിയിരുന്നപ്പോഴത്തേക്കും പ്രഷർ കുറവായിരുന്നു. വോളിയം കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പ്രഷർ കൂടി. ഇതാണ് ബോയിൽസ് ലാ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടണം. നോക്കൂ, ഇവിടെ പ്രഷർ കുറവായിരുന്നു, വോളിയം കൂടുതലായി. അപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? പ്രഷർ കൂടി. കാരണം തന്മാത്രകൾ തമ്മിലുള്ള കൊളിഷൻ റേറ്റ് അവിടെ കൂടുതലാണ്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് വാതക മർദ്ദം കൂടും. അവിടെ പ്രഷർ കൂടി, അപ്പോൾ എന്ത് ചെയ്തു? വോളിയം കുറഞ്ഞു. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറഞ്ഞു. ഞാൻ എഴുതിക്കുന്ന ഈ ഫോമിൽ നോക്കൂ, വി പ്രപ്പോർഷണൽ 1/p. അതായത് വി കൂടുമ്പോൾ, ഇപ്പോൾ വി പ്രപ്പോർഷണൽ പി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വി കൂടുന്തോറും പിയും കൂടുന്നു, അല്ലെങ്കിൽ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് പ്രഷർ മർദ്ദവും കൂടുന്നു. എന്നാൽ ഇവിടെ ഞാൻ എഴുതിക്കുന്നത് എങ്ങനെയാണ്? വി പ്രപ്പോർഷണൽ 1/p എന്നാണ്. അപ്പോൾ 1/p വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. അപ്പോൾ ബോയിൽസ് ലായുടെ ഗണിത രൂപം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമാണ് വി പ്രപ്പോർഷണൽ 1/p. അപ്പോൾ എന്താണ് ഈ ബോയിൽസ് ലാ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത് അറിയാമോ? ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, താപനിലയിൽ വ്യത്യാസം വരുത്തരുത്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the volume of a fixed mass of gas is inversely proportional to its pressure. The volume of a fixed mass of gas is inversely proportional to the pressure. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരതാപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. The volume at a constant temperature, the volume of a fixed mass of gas is inversely proportional to its pressure. സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ വ്യാപ്തം കൂടുന്തോറും മർദ്ദം കുറയണം, അല്ലെങ്കിൽ മർദ്ദം കൂടുന്നതിനനുസരിച്ച് വ്യാപ്തം കുറയണം. ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഇത് നോക്കുള്ളൂ, ഒരു ഇഞ്ചക്ഷൻ സിറിഞ്ചിന്റെ പടമാണ് ഈ തന്നത്. ഇതിനകത്ത് ഞാൻ ഈ പിസ്റ്റൺ ഇങ്ങനെ പുറകോട്ട് വലിക്കുമ്പോൾ, ഇവിടെ നീഡിലൊന്നുമില്ല, ഞാൻ ഈ പിസ്റ്റൺ പുറകോട്ട് വലിക്കുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? എയർ കയറും. ആ എയർ കയറി കഴിയുമ്പോൾ ഇതിനകത്ത് ഇത്രയും സ്ഥലത്ത് നിൽക്കുന്ന എയർ ഞാൻ ഈ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് ഈ പിസ്റ്റൺ പയ്യെ മുമ്പോട്ട് തള്ളുകയാണ്. എന്താ സംഭവിക്കുക? പിസ്റ്റൺ മുമ്പോട്ട് തള്ളുമ്പോൾ ഇതിനകത്ത് നേരത്തെ ഇത്രയും വോളിയം ഉണ്ടായിരുന്നു, ഇത്രയും വ്യാപ്തം ഉണ്ടായിരുന്നു ഈ വാതക തന്മാത്രയുടെ സ്ഥിതി ചെയ്യാൻ. ഇപ്പൊ ഞാനിത് മുമ്പോട്ട് തള്ളുമ്പോൾ എന്ത് ചെയ്യുന്നു? തന്മാത്രകളുടെ എണ്ണം കുറയുന്നില്ല. ഇതിനകത്തുള്ള തന്മാത്രകൾ അത്രയും അതുപോലെ അതിനകത്ത് കാണും. പക്ഷെ പിസ്റ്റൺ മുമ്പോട്ട് നീങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുക? വ്യാപ്തം കുറയും, അല്ലെ? വോളിയം കുറയും.
വോളിയം കുറയുമ്പോൾ ഈ തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ അല്ലെങ്കിൽ കൊളിഷൻ റേറ്റ് എന്ത് ചെയ്യുന്നു? കൂടും. അപ്പോൾ വ്യാപ്തം അവിടെ കുറയുമ്പോൾ അതിന്റെ പ്രഷർ അഥവാ മർദ്ദം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇത് ഏത് നിയമമാണ്? ബോയിൽസ് ലോ. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി പ്രപ്പോർഷണൽ 1/p എന്ന് പറഞ്ഞത്. അപ്പോൾ ബോയിൽസ് ലോയെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എന്താണ് ബോയിൽസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു താപനിലയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച 3 അക്ഷരങ്ങൾ പി വി ടി ഓർമ്മയുണ്ടോ? പി പ്രഷർ, വി വോളിയം, ടി ടെമ്പറേച്ചർ. പുതുതായി ഞാൻ ഒരു അക്ഷരം എഴുതിയിട്ടുണ്ട് എൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ പി പ്രഷർ, വി വോളിയം, ടി താപനില, എൻ ടി ടെമ്പറേച്ചർ അഥവാ താപനില, എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ ബോയിൽസ് ലോ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ് ബോയിൽസ് ലോ പറഞ്ഞത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അതാണ് വിപരീത അനുപാതം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി പ്രഷർ. സ്ഥിരതാപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇനി ഞാൻ ഈ തന്നിരിക്കുന്ന ഈ ചാർട്ട് നോക്കൂ. ഈ ചാർട്ട് മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ചാർട്ടിൽ ഇപ്പോൾ ഈ കോളോ ഏതെങ്കിലുമൊക്കെ കോളങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബ്ലാങ്ക് ആയിട്ട് തരും. തന്നിട്ട് നിങ്ങളുടെ പൂരിപ്പിക്കാൻ പറയും. അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചോദിക്കും ഇത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെടുന്നു എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഈ മൂന്നാമതിരിക്കുന്ന ഫോമിൽ വായിച്ചു നോക്കൂ. പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പി വി എന്താണ്? അതായത് മർദ്ദവും വ്യാപ്തവും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന തുക ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരസംഖ്യയായിരിക്കും. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രഷർ അല്ലെങ്കിൽ മർദ്ദം 8 ATM. പ്രഷർ സൂചിപ്പിക്കുന്ന ATM സ്മാൾ ലെറ്റർ ആണ്. ATM അന്തരീക്ഷ മർദ്ദം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ATM. അപ്പോൾ പ്രഷർ 8 ATM, വോളിയം 4 ലിറ്റർ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ 8 4 32. അതുപോലെ രണ്ടാമത് നോക്കിക്കോളൂ. പ്രഷർ 4, 8ന്റെ നേർപകുതിയായി അല്ലെ? പ്രഷർ 8ൽ നിന്ന് നേർപകുതിയായി. അപ്പോൾ വോളിയം എന്ത് ചെയ്തു? 4ൽ നിന്ന് നേരിരട്ടിയായി. അപ്പൊ ഇവിടെ നേർപകുതി, പ്രഷർ നേർപകുതിയായപ്പോൾ വോളിയം നേരിരട്ടിയായി. 4 8ആയി. ഇവിടെ 8 4ആയി. 8 4 32. അതിലൂടെ നോക്കൂ. പ്രഷർ എത്രയായി? 16. പ്രഷർ 16 ആയപ്പോൾ വോളിയം എത്രയായി? 2ആയി. 16 ഗുണം 2 32. അതുപോലെ പ്രഷർ 32, വോളിയം 1. 32 ഗുണം 1 30. നോക്കൂ, പി വി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. പി വി കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഏത് ലോയിലാണ്? ബോയിൽസ് ലോയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോമിൽ എഴുതിക്കുന്ന P1 V1 ഈസ് ഈക്വൽ ടു P2 V2. നോക്കൂ, ഇതിനെ നമുക്ക് P1 ആയിട്ട് എടുക്കാം. ഇത് V1. അപ്പോൾ P1ഉം V1ഉം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പി വി ഒരു 32 കിട്ടി. ഇനി ഇതിനെ P2 ആയിട്ട് എടുക്കാം. പ്രഷർ ഇത് P1, ഇത് P2, ഇത് P3, ഇത് P4. ഇത് V1 V2 V3 V4. നോക്കൂ, P1ഉം V1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുകയും P2ഉം V2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുകയും തുല്യമല്ലേ? അതുപോലെ P3യും V3യും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതും P4ഉം V4ഉം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതും സ്ഥിരസംഖ്യയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്നുള്ളത്. ഇത് നമ്മുടെ സാധാരണ ടെക്സ്റ്റിനകത്ത് ഇത് പറയുന്നില്ല. കാരണം ഇത് മുൻകാലങ്ങളിൽ ഈ പാഠം ഉണ്ടായിരുന്ന സമയത്ത് പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരുന്നു. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്നുള്ള ഫോമിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതുപോലൊരു ചാർട്ട് തരുമ്പോൾ ആ ചാർട്ട് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഈ ഫോമിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ഈസ് ഈക്വൽ ടു P3 V3 ഈസ് ഈക്വൽ ടു P4 V4. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അപ്പോൾ അതുകൊണ്ട് പി വി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ബോയിൽസ് ലോ ഇത്രയും കാര്യങ്ങളാണ് ബോയിൽസ് ലോയിലുള്ളത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ at constant temperature the volume of a fixed mass or definite mass of a gas is inversely proportional to its pressure. സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. നോക്കൂ, നിങ്ങൾ മനസ്സിനകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ബോയിൽസ് ലോ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ബോയിൽസ് ലോ പറയുന്നത് വ്യാപ്തവും മർദ്ദവും വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് പറയുക. അത് ഏത് പ്രപ്പോർഷനാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, വിപരീത അനുപാതത്തിലാണ്. വ്യാപ്തവും വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽസ് ലോ പറയുന്നത്. അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയുള്ള റിലേഷനാണ്? അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രപ്പോർഷനാണ് പറയുന്നത്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം, ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ ഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ എന്താ പറയുക? V പ്രപ്പോർഷണൽ 1/p. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ 2 ഫോമിലൂടെ പഠിച്ചിരിക്കാം. അപ്പം ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം ഓർ ഗണിത രൂപം
V പ്രപ്പോർഷണൽ 1/P. മറ്റൊരു ഫോമുല P1 V1. ഈ ചാർട്ടിന്റെ ബേസ് ചെയ്താണ് ഞാൻ അത് പറഞ്ഞത്. P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അതുകൊണ്ട് തന്നെ PV എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ്. PV പ്രഷറും വോളിയം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുക ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബോയ്സ് ആയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് പറയാം. ഇനി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ 2 ഗ്രാഫ് വരും, ചിലപ്പോൾ 2, 3, 4 ഗ്രാഫൊക്കെ അവർ തന്നേക്കും. തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് ബോയ്സ് ലോ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോയ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഗ്രാഫാണെന്ന് ചോദിക്കും. അപ്പം നമ്മൾ എങ്ങനെ കണ്ടെന്നറിയാം? ഇവിടുന്ന് ഇത് 0 ആയിട്ട് കണക്കാക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും P ഗ്രാജുവലി ഇൻക്രീസസ്. P കൂടി വരിക. അതുപോലെ ഇവിടുന്ന് മേലിലേക്ക് പോകുമ്പോൾ Vയും ഗ്രാജുവലി ഇൻക്രീസസ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിങ്ങൾ 0 ആണ് സങ്കല്പിക്കുക. ഇവിടെ എത്തിയപ്പോൾ പ്രഷർ 1 ആയി. അപ്പോൾ നിങ്ങൾ വരച്ചു കൊടുത്താൽ അതിവിടെ എത്തും. അവിടെ നേരെ ഇങ്ങോട്ട് വരച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ 50 ആണെന്ന് സങ്കല്പിക്കുക. പ്രഷർ 1, വോളിയം 50. പ്രഷർ 2 ആകുമ്പോൾ വോളിയം 100 ആവും. പ്രഷർ 3 ആകുമ്പോൾ വോളിയം പിന്നെയും കൂടും. അപ്പോൾ പ്രഷർ കൂടുന്തോറും വോളിയം കൂടുന്നു. ഇത് ബോയ്സ് ലോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയണം എന്നുള്ളതാണ് ബോയ്സ് ലോ പറയുന്നത്. V പ്രപ്പോർഷണൽ 1/P. അപ്പോൾ ഈ ഗ്രാഫ് പ്രഷർ കൂടുന്നു, അങ്ങോട്ട് പോകുമ്പോൾ പ്രഷർ കൂടും. നിങ്ങൾ വരച്ചു കൊടുത്താൽ ഇങ്ങനെ വരുന്നു. ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ പ്രഷർ കൂടി. പക്ഷെ അവിടെ ഈ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വരച്ചാൽ വോളിയം ഇത്രയും ഉണ്ടായിരുന്നു. പ്രഷർ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ വരച്ചു കൊടുത്താൽ ഇങ്ങെത്തും. അപ്പോൾ P കൂടുന്നതിനനുസരിച്ച് Vയും കൂടും. P കൂടുന്നതോറും Vയും കൂടുന്നത് എന്തല്ല? ബോയ്സ് അല്ല. ഇതിപ്പോൾ P പ്രപ്പോർഷണൽ V ആയി പോയി. നമ്മൾ വരേണ്ടത് V പ്രപ്പോർഷണൽ 1/P ആണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ, ഇവിടെ 0 1 ഇവിടെ ഇത് 1 സങ്കല്പിക്കുക. 0യിൽ നിന്ന് 1ലേക്ക് എത്തി. നിങ്ങൾ വരച്ചു കൊടുത്താൽ ഇതാ ഇവിടെ വരും. അപ്പോൾ ഇത്രയും വോളിയം ഉണ്ടായിരുന്നു. 2 ആയപ്പോൾ വരച്ചു കൊടുത്താൽ ഗ്രാഫ് വീണ്ടും താഴോട്ട് വരും. 3 ആകുമ്പോൾ പിന്നെയും താഴോട്ട് വരും. അപ്പോൾ P കൂടുന്തോറും V കുറയുന്നു. അതല്ലേ ശരി? V കൂടുന്തോറും P കുറയണം, അല്ലെങ്കിൽ P കൂടുന്തോറും V കുറയണം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. 1 കൂടുമ്പോൾ മറ്റൊന്ന് കുറയണം. അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ കൃത്യമായിട്ടും ഓർത്തിരിക്കണം. അപ്പോൾ ബോയ്സ് ലോയെ കുറിച്ച് വളരെ തുച്ഛമായ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളാണ്. ബോയ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടത് എല്ലാ പോയിന്റുകളും ആയി കഴിഞ്ഞു. ഒന്ന്, ആദ്യം ഈ ബോയ്സ് ലോ എന്താണെന്നുള്ള ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താ ബോയ്സ് ലോ എന്ന് വെച്ചാൽ, ബോയ്സ് ലോ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാനുള്ളത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ബോയ്സ് ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫോം എഴുതാൻ പറഞ്ഞാൽ V പ്രപ്പോർഷണൽ 1/P. P1 V1 എപ്പോഴും P2 V2 തുല്യമായിരിക്കും. PV എപ്പോഴും എന്തായിരിക്കും? എ കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യ. PV പ്രഷറും വോളിയം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുക ഒരു സ്ഥിരസംഖ്യയായിരിക്കും. അതിനാണ് നമ്മൾ ഈ ചാർട്ട്. ഈ ചാർട്ട് മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കോളങ്ങൾ ബ്ലാങ്ക് ആയിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതാണ് PV എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സംഖ്യ ആയിരിക്കണം. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോളം ഒഴിവാക്കിയിട്ടാൽ ബാക്കി 32 ഇവിടെ ഡാഷ്, ഇവിടെ 32. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുന്നത് 32 ആയിരിക്കും. കാരണം PV ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ ഇപ്പോൾ ഇത് തന്നിട്ടുണ്ടോ? ഇതും തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതുപോലെ ഇത് തന്നിട്ടുണ്ട്, ഇതില്ല, ഇതുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ ഇവിടെ ഇത് തന്നിട്ടില്ല, 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടില്ല, എന്ത് ചെയ്യാം? പിന്നെ 32നെ 32 ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് ഫില്ല് ചെയ്യാൻ പഠിക്കണം. ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ഗ്രാഫ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതോറും P കൂടുന്നു, മേളിലേക്ക് പോകുന്നതോറും Vയും കൂടുന്നു. അപ്പോൾ P കൂടുന്നു, Vയും കൂടുന്നു. നിങ്ങൾ ഗ്രാഫ് ഇങ്ങനെ വരച്ചു പോകും, പെൻസിലുണ്ട് ഇങ്ങനെ വരച്ചു നോക്കും. വരയ്ക്കുമ്പോൾ ഇതാ ഇവിടെ 0യിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ 1 ആയിട്ട് സങ്കല്പിക്കുക. 1 എത്തിയപ്പോൾ ഇവിടെ എത്തി. അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്തി. 2 എത്തുമ്പോൾ ഗ്രാഫ് ഇവിടെ എത്തി. ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ P കൂടുന്തോറും V കൂടുന്നു. ഇറ്റ് ഈസ് നോട്ട് എ ബോയ്സ് ലോ. ബോയ്സ് ലോ പറഞ്ഞിരിക്കുന്നത് P കൂടുമ്പോൾ V കുറയണം, അല്ലെങ്കിൽ V കൂടുമ്പോൾ P കുറയണം. ഇവിടെ നോക്കൂ, ഇവിടെ 0യിൽ നിന്ന് 1ലേക്ക് എത്തുമ്പോൾ ഇത്രയും വോളിയം ഉണ്ടായിരുന്നു. 2ലേക്ക് എത്തിയപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്തു. P 3ലേക്ക് എത്തുമ്പോൾ വീണ്ടും വോളിയം ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ P കൂടുന്തോറും V കുറയുന്നു. അതാണ് V പ്രപ്പോർഷണൽ 1/P. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോയ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ളത്. അത് നമുക്ക് രണ്ടാമത്തെ ലോസിലേക്ക് വരാം. ചാൾസ് ലോ. ആദ്യം ബോയ്സ് ലോ പറഞ്ഞു, രണ്ടാമത് ചാൾസ് ലോ. ചാൾസ് ലോയിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബോയ്സ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ചാൾസ് ലോയിൽ P കോൺസ്റ്റന്റ് ആണ്. P ആണ് സ്ഥിരം, അതായത് മർദ്ദം സ്ഥിരമായിരിക്കണം. ചാൾസ് ലോയിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ അറിയാം? ടെമ്പറേച്ചർ അഥവാ Tയും വോളിയം അഥവാ Vയും.
അപ്പോൾ നേരത്തെ പറഞ്ഞു ബോയ്സ് ആയാലും ആരൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞത് പ്രഷറും വോളിയവും അല്ലെങ്കിൽ മർദ്ദവും വ്യാപ്തവും. ഇവിടെ ചാൾസ് ആയാലും ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് താപനിലയും അല്ലെങ്കിൽ ഊഷ്മാവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് ലാ. ടെമ്പറേച്ചർ ആൻഡ് വോളിയം അത് തമ്മിലുള്ള ബന്ധം. അവർ തമ്മിലുള്ള ഏത് അനുപാതം എന്ന് അറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഏത് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയണം. ഇവിടെ ഞാൻ പറഞ്ഞേക്ക് നോക്കുള്ളൂ പിന്നെ വി പ്രപ്പോർഷണൽ ടി. നേരത്തെ നമ്മൾ വി പ്രപ്പോർഷൻ 1/p, വി കൂടുമ്പോൾ പി കുറയണം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വി പ്രപ്പോർഷണൽ ടി, വി കൂടുന്നതിനനുസരിച്ച് ടിയും കൂടണം. അതായത് വ്യാപ്തം കൂടുന്തോറും ഊഷ്മാവും കൂടണം, അല്ലെങ്കിൽ ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് വ്യാപ്തവും കൂടണം. പക്ഷേ v/t, വ്യാപ്തത്തെ ഊഷ്മാവ് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന തുക എ കോൺസ്റ്റന്റ് അല്ലേ? നേരത്തെ നമ്മൾ പി വി സിക്കൽ ടി എ കോൺസ്റ്റന്റ് പറഞ്ഞു. ഇവിടെ എന്താണ്? v/t സിക്കൽ ടി എ കോൺസ്റ്റന്റ്. അപ്പോൾ ചാൾസ് ലായെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞേക്ക് എന്താണെന്ന് അറിയാം? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. ഇവിടെ സാധാരണ നമ്മൾ താപനില അളക്കാൻ വേണ്ടി 3 തരത്തിലുള്ള സ്കെയിലുകൾ ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് 1 ഡിഗ്രി സെൽഷ്യസ്, സെക്കൻഡ് 1, നിങ്ങളിപ്പോൾ പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ പനി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാരൻ ഹീറ്റാണ്. അപ്പോൾ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമുക്ക് ഫാരൻ ഹീറ്റ് ഉപയോഗിക്കാം, ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിക്കാം, കെൽവിൻ ഉപയോഗിക്കാം. നമ്മൾ കെമിസ്ട്രിയിൽ ലോസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിയിൽ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? കെൽവിൻ സ്കെയിലാണ്. അപ്പോൾ കെൽവിൻ സ്കെയിലിനെ കെ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് 300 കെൽവിൻ കെ. അപ്പോൾ കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരാനുപാതികമായിരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. ഒന്നുകൂടെ പറയാം. At constant pressure, the volume of a fixed mass of gas is, or definite mass of a gas is directly proportional to the temperature at Kelvin scale. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരാനുപാതികമായിരിക്കും. ഡിഗ്രി സെൽഷ്യസും അല്ല, ഫാരൻഹീറ്റും അല്ല, കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരാനുപാതികമായിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരാനുപാതികമായിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം പറഞ്ഞിരിക്കുന്നു നോക്കിക്കോളൂ, വി പ്രപ്പോർഷണൽ ടി. ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഗണിത രൂപം എന്ന് മലയാളത്തിൽ പറയുന്നത്. മാത്തമാറ്റിക്കൽ ഫോം വി പ്രപ്പോർഷണൽ ടി. ഇതിന്റെ മീനിങ് എന്താ? വി കൂടുന്നതിനനുസരിച്ച് ടിയും കൂടുന്നു. നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ വി പ്രപ്പോർഷണൽ 1/p, വി കൂടുന്നതിനനുസരിച്ച് പി കുറയുന്നു എന്നല്ലേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വി പ്രപ്പോർഷണൽ ടി മീൻസ് വി കൂടുന്നതിനനുസരിച്ച് ടിയും കൂടുന്നു. മാത്രമല്ല അടുത്തൊരു ഗണിത രൂപമാണ് v/t ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. വിയും ടിയും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ എന്തായിരിക്കും? എ കോൺസ്റ്റന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു പിയും വിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അത് ബോയിൽസ് ലോ. ഇവിടെ v/t ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഏതാണ്? ചാർട്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്നത് നോക്കിക്കോളൂ, ഇതും ഒരു ചാർട്ട്. ഈ ഇത്തരത്തിലുള്ള ചാർട്ടുകളും പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ആ ചാർട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ വി തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, v/t തന്നിട്ടുണ്ട്. വി നോക്കൂ 900 ലിറ്റർ, ടി 300 കെൽവിൻ. അപ്പോൾ v/t എത്ര? 900/300. നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അതുപോലെ അടുത്ത് നോക്കൂ 690 ലിറ്റർ, 230 കെൽവിൻ. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ്, ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് 3 കിട്ടുന്നു. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം. അപ്പോൾ v/t അല്ലേ? v/t എന്താണ്? ഒരു കോൺസ്റ്റന്റ് നമ്പറാണ് വരിക. അതുകൊണ്ടാണ് v/t ഈക്വൽ ടു എ കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാർട്ട്സ് വളരെ ലളിതമാണ്. അപ്പോൾ ചാർട്ട്സ് വിശദീകരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു ഒരു empty ബോട്ടിൽ എടുത്തിട്ട് അതിനൊരു കോർക്ക് കൊണ്ട് അടയ്ക്കുക. അതിൻ്റെ empty ബോട്ടിൽ, ഡ്രൈ ബോട്ടിലായിരിക്കണം. അതിന് കോർക്ക് കൊണ്ട് അടച്ചതിന് ശേഷം അതിനൊരു ചെറിയ സുഷിരം ഇട്ടിട്ട് അതിനകത്തോട് നിങ്ങൾ സാധാരണ എഴുതി കളയുന്ന അല്ലെങ്കിൽ എഴുതിയിട്ട് വലിച്ചെറിയുന്ന റീഫിൽ, പേനയുടെ റീഫിൽ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ലേശം മഷി നിൽക്കുന്ന, ആ മഷി നിൽക്കുന്ന ഭാഗം അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതിനെന്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്യുപ്മെൻറ്റ്സിനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഹീറ്റാക്കി കൊടുക്കുക. ഹീറ്റാക്കി നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം? ആ കുപ്പിക്കകത്തുനിന്ന്, ആ കുപ്പിയിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചേക്കുന്ന ആ റീഫിലിൽ നിന്ന് മഷി ഇങ്ങനെ പതിയെ മേലിലേക്ക് വരും. എന്താ കാരണം എന്നറിയാം? അതിനകത്തുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചൂടാക്കുന്ന സമയത്ത് ആ empty ബോട്ടിലിനകത്ത് എയറുണ്ട്.
ആ എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഈ റീഫിലിൻ്റെ ഹോൾ മാത്രമേ ഉള്ളൂ. ആ ഹോളിലൂടെ അതിങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ മഷി പയ്യെ മേലോട്ട് പോകുന്നു. ഇതേ എക്യുപ്മെന്റ്സിന് നിങ്ങളെടുത്തൊരു തണുത്ത വെള്ളത്തിലേക്ക് വെച്ച് നോക്കും, അല്പം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ മുകളിലോട്ട് പോയ മഷി വീണ്ടും താഴേക്ക് വരുന്നു. അപ്പോൾ നേരത്തെ എന്താ സംഭവിച്ചത്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനകത്തുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, അതിനകത്തുള്ള എയർ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുന്നു, അല്ലെങ്കിൽ വ്യാപ്തവും കൂടുന്നു. രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞത്, അതിനെ തണുപ്പിക്കാൻ പറഞ്ഞു. തണുപ്പിച്ചപ്പോൾ നിങ്ങൾ എന്താ കണ്ടത്, താപനില കുറഞ്ഞു വന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന എയറും എന്ത് ചെയ്തു, തണുത്ത് താഴേക്ക് വരുന്നപ്പോൾ ഈ മഷി എന്ത് ചെയ്തു, പതിയെ താഴോട്ട് വരുന്ന കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി പ്രപ്പോർഷണാലിറ്റി, വി കൂടുന്നതിന് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വോളിയവും കൂടുന്നു. ഇതാണ് ഏത് നിയമം, ചാൾസ് ലോ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങളുടെ ചോദിക്കേണ്ട പിന്നെ ഒരു ഇൻഫ്ലാറ്റഡ് ബലൂൺ, വായു നിറച്ചൊരു ബലൂൺ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുക. അത് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയി, രാവിലെ കെട്ടി തൂക്കിയ ബലൂണാണ്. ഒരു 10 മണി 10:30 മണി 11 മണിയൊക്കെ ആയപ്പോൾ ഈ ബലൂൺ അങ്ങ് പൊട്ടി. എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, അത് ചാൾസ് ലോ ആണ്. കാരണം എന്താണ്, ഈ 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിനകത്തുള്ള ആ ബലൂണിനകത്തുള്ള എയർ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ് ബലൂൺ എന്ത് ചെയ്യുന്നത്, പൊട്ടുന്നത്. അതുപോലെ നിങ്ങൾ ബോയ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസും ഒക്കെ സൈക്കിളിലൊക്കെ വരുന്നവരാണ്. നിങ്ങൾ നല്ലവണ്ണം കാറ്റ് നിറച്ച ഒരു സൈക്കിൾ കൊണ്ടുവന്ന് നിങ്ങൾ പിന്നെ റോഡിലോ അല്ലെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നല്ല വണ്ണം കാറ്റ് നിറച്ചിരിക്കുകയാണ്, ചിലപ്പോൾ ആ ട്യൂബ് എന്ത് ചെയ്യും, ചൂട് കൊണ്ട് അത് ആ ടയർ പിന്നെ ട്യൂബ് പഞ്ചറാവാൻ, സൈക്കിൾ പഞ്ചറാവാൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അങ്ങനെ പഞ്ചറാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണോ, ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ചാൾസ് ലോയെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ഗ്രാഫും കൂടെ, ഇത്തരം ഗ്രാഫും പരീക്ഷയ്ക്ക് വരാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ടി അങ്ങോട്ട് പോകുന്നതോറും ടി കൂടുന്നു, മേലിലേക്ക് പോകുന്നതോറും വി കൂടുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ 0-ൽ നിന്ന് 1-ലേക്ക് എത്തിയപ്പോൾ ടെമ്പറേച്ചർ 1-ലെത്തിയപ്പോൾ വി ഇത്രയുണ്ടായിരുന്നു. ടെമ്പറേച്ചർ 2-ലെത്തിയപ്പോൾ വി കുറെ കൂടെ കൂടി. ടെമ്പറേച്ചർ 3-ലെത്തുമ്പോൾ വി വീണ്ടും കൂടുന്നു. അപ്പോൾ ടി കൂടുന്നതിനനുസരിച്ച് വിയും കൂടുന്നു. ഇതല്ലേ ചാൾസ് ലോ. അപ്പുറത്തേക്ക് നോക്കൂ, ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ 1-ലെത്തിയപ്പോൾ ടെമ്പറേച്ചർ ഇത്രയുണ്ടായിരുന്നു. 2-ലെത്തിയപ്പോൾ ടെമ്പറേച്ചർ കുറെ കൂടെ കുറഞ്ഞു. 3-ലെത്തുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും വ്യാപ്തം വീണ്ടും കുറഞ്ഞു. ടെമ്പറേച്ചർ 1-ലെത്തിയപ്പോൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ഇത്രയും ഉണ്ടായിരുന്നു. ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില 2-ലെത്തിയപ്പോൾ വ്യാപ്തം ഇത്രയായി കുറഞ്ഞു. ടെമ്പറേച്ചർ 3-ലെത്തിയപ്പോൾ വ്യാപ്തം പിന്നെയും കുറഞ്ഞു. ടെമ്പറേച്ചർ 4-ലെത്തുമ്പോൾ വ്യാപ്തം പിന്നെയും കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയുന്നു എന്നാണ് രണ്ടാമത്തെ ഗ്രാഫ് പറയുന്നത്. ഫസ്റ്റ് ഗ്രാഫ് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നു, വോളിയം കൂടുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ചാൾസ് ലോ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയും, ഫസ്റ്റ് ഗ്രാഫ് ഇൻഡിക്കേറ്റ് ദ ചാൾസ് ലോ. അപ്പോൾ ചാൾസ് ലോയെ കുറിച്ച് വളരെ ഇത്രയും കാര്യങ്ങളെ ചാൾസ് ലോയിലുള്ളൂ. എന്തൊക്കെ ഞാൻ പറഞ്ഞത്, ചാൾസ് ലോയിൽ പി കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ സ്കെയിൽ. ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം വി പ്രപ്പോർഷണൽ ടി അല്ലെങ്കിൽ വി ബൈ ടി എന്തായിരിക്കും, എ കോൺസ്റ്റന്റ്. പിന്നെ ഈ ടേബിൾ ശ്രദ്ധിക്കുക, അതുപോലെ ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് മൂന്നാമത്തെ ലോയിലേക്ക് വരാം, അവഗാഡ്രോസ് ലോ. അമേഡിയോ അവഗാഡ്രോ കണ്ടെത്തിയ അവഗാഡ്രോസ് ലോയിലേക്ക് വരാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് വിരുദ്ധമായിട്ട് ഇവിടെ പിയും ടിയും കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ നേരത്തെ പഠിച്ച 2 ലോസിലും ആദ്യം പഠിച്ചത് നിങ്ങൾ എന്തായിരുന്നു, ബോയ്സ് ലോ. അവിടെ ഞാൻ പറഞ്ഞത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില സ്ഥിരമായിരിക്കണം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ചാൾസ് ലോ. അവിടെ എന്ത് സ്ഥിരമായിരിക്കണം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്നാൽ അവഗാഡ്രോസ് ലോയിൽ പിയും ടിയും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ അവിടെ എഴുതിയിട്ടിരുന്ന 4 അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ് അല്ലേ. നേരത്തെ എഴുതിയിരുന്ന പി വി ടി എൻ, അതിൽ ഇവിടെ പിയും ടിയും കോൺസ്റ്റന്റ് ആയിരിക്കണം. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ അറിയാം, വി ആൻഡ് എൻ. വി വ്യാപ്തം അല്ലെങ്കിൽ വോളിയം, എൻ നേരത്തെ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതൊക്കെ നോട്ട് ചെയ്തോളൂ. വി ആൻഡ് എൻ, എൻ സൂചിപ്പിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ വി ആൻഡ് എൻ അത് തമ്മിലുള്ള റേഷ്യോ നോക്കിയുള്ളൂ, വി പ്രപ്പോർഷണൽ എന്നാണ്. വി കൂടുന്നതിനനുസരിച്ച് എന്നും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വി കൂടുന്തോറും എന്നും കൂടും. അപ്പോൾ ഇതിന് ഈ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ പറയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the volume of a fixed mass of gas is directly proportional to the number of molecules present in it. അതായത് മർദ്ദം, താപനില എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ ആനുപാതികമായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ, മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന്
നേർ ആനുപാതികമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതിക്കുന്ന നോക്കിക്കോളൂ, വി പ്രപ്പോർഷണൽ എൻ എന്നാണ്. ഒന്നുകൂടെ പറയാം, അവഗാഡ്രോസ് ലോ. ഇപ്പോൾ ഈ 3 ലോസും നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണം. കാരണം പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ആ ലോ എഴുതാൻ പറയും. ഇപ്പോൾ ലോ എഴുതാൻ പറയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളവും ചേർക്കാക്കില്ല, നമുക്ക് വായി തോന്നുന്നതിനെ കുറിച്ച് പറയാനും പറ്റില്ല. ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് 3 ലോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലോസ് നോക്കി തന്നെ പഠിക്കണം. ടെസ്റ്റ് നോക്കിയല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ടെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവഗാഡ്രോസ് ലോ പറഞ്ഞിരിക്കുന്നതാണ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. അപ്പോൾ സ്ഥിരതാപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും അല്ലെങ്കിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതികമായിരിക്കും. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? വി പ്രപ്പോർഷണൽ എൻ. ഇതിന്റെ മീനിങ് എന്താണ്? വി വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് തന്മാത്രകളുടെ എണ്ണവും കൂടും. ഇവിടെ ഞാൻ ഈ തന്നിരിക്കുന്ന ഈ ടേബിള് 3 ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട 3 ടേബിൾ ഞാൻ തന്നു. ഈ ടേബിളുകളെല്ലാം മുമ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. നോക്കൂ, ഗ്യാസ്, വോളിയം, മോളിക്യൂൾസ്. ആദ്യത്തെ ഗ്യാസ് ഓക്സിജൻ, അതിന്റെ വോളിയം നോക്കൂ 30 ലിറ്റർ. അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എ. അപ്പം 30 ലിറ്റർ ഓക്സിജൻ വാതകത്തിൽ എ മോളിക്യൂൾസ് ഉണ്ടാകും എങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പിയും ടിയും കോൺസ്റ്റന്റ് ആണ്. ഈ തന്നിരിക്കുന്ന 4 വാതകങ്ങളുടെയും പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, അപ്പൊ ഈ ഓക്സിജൻ അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദി ഫിക്സഡ് മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസീസ് അല്ലെങ്കിൽ 30 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് കണ്ടെയ്ൻ എ മോളിക്യൂൾസ്. അതായത് താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ 30 ലിറ്റർ ഓക്സിജൻ വാതകത്തിൽ എ മോളിക്യൂൾസ് ഉണ്ട്. എന്നിട്ട് അവർ പറയുന്നു താഴെ തന്നിരിക്കുന്ന എല്ലാ ഗ്യാസും ഈ സെയിം കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് പറഞ്ഞിരിക്കുന്നില്ലേ, അതേ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റിലാണ് താഴെ തന്നിരിക്കുന്ന എല്ലാ വാതകങ്ങളുമെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടെത്താനാണ് നിങ്ങോട്ട് പറയുക. നിരവധി തവണ പരീക്ഷിക്കുന്നുള്ള ചോദ്യമാണിത്. അപ്പൊ നോക്കൂ, ഓക്സിജൻ 30 ലിറ്ററിൽ എ മോളിക്യൂൾസ് ഉണ്ട്. നൈട്രജൻ 60 ലിറ്റർ. നോക്കൂ, 30ന്റെ ഇരട്ടിയല്ലേ 60. അപ്പോ 30 ഇരട്ടിക്കുമ്പോ മോളിക്യൂൾ വി പ്രപ്പോർഷണൽ എന്നല്ലേ, വി കൂടുമ്പോൾ എന്നും കൂടണം. അപ്പോൾ നേരാനുപാതികം, ഇത് എത്ര കൂടുന്നുവോ അത്രയും അതും കൂടണം. ഇത് 1 മടങ്ങ് വർദ്ധിച്ചാൽ അത് 1 മടങ്ങ് വർദ്ധിക്കണം. നോക്കൂ, 30ന്റെ ഇരട്ടിയാണ് 60. അപ്പൊ എയുടെ ഇരട്ടി എത്ര? 2A. അത് നോക്കിക്കോളൂ. അടുത്ത ഹൈഡ്രജനും 15 ലിറ്റർ എന്നാണ്. 30ന്റെ പകുതിയല്ലേ 15. അപ്പൊ എയുടെയും പകുതി, എയുടെ പകുതി എങ്ങനെയാണ് നമ്മൾ A/2. അതുപോലെ ക്ലോറിൻ നോക്കുള്ളൂ, 7.5 ലിറ്റർ. 30നെ 4 ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗമാണ് 7.5 അല്ലേ, 7.5. 7.5യുടെ ഇരട്ടി ആകുമ്പോൾ 15, 2 മടങ്ങാകുമ്പോൾ 15, 4 മടങ്ങാകുമ്പോൾ അത് 30 ആവും. അപ്പോ 7.5 എന്ന് പറഞ്ഞാൽ 30ന്റെ 4 ഭാഗം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? A/4, A × 1/4. അപ്പൊ A/4 എന്ന് കിട്ടും. ഇവിടെ അങ്ങനെ 15 ലിറ്റർ 30ന്റെ പകുതി എന്ന് കാണാൻ A × 1/2. A × 1/2 ആണ് A/2 എന്ന് പറഞ്ഞത്. A × 1/4 ആണ് A/4 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ബോയ്സ് ആയാലും ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. സ്ഥിരതാപനിലയിലും മർദ്ദത്തിലും ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതികമായിരിക്കും. അത് പഠിക്കുക. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയണം? വി പ്രപ്പോർഷണൽ എൻ എന്ന് പറയുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ടേബിൾ നോക്കുക. പിന്നെ ഈ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ മനസ്സിലാക്കുക, താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ തന്നിരിക്കുന്ന വോളിയം, ലിറ്ററിൽ തന്നിരിക്കുക വോളിയം എപ്പോഴും എന്തിന് തുല്യമായിരിക്കും? മോളിക്യൂൾസ്. വോളിയം കൂടുന്നതിനനുസരിച്ച് മോളിക്യൂൾസിന്റെ എണ്ണവും കൂടും. വി പ്രപ്പോർഷണൽ എൻ എന്നാണ്. വോളിയം കൂടുമ്പോൾ തന്മാത്രകളുടെ എണ്ണവും കൂടണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ വോളിയം കുറയുമ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണവും കുറയണം. ഇവിടെ നോക്കൂ, 30 ലിറ്റർ എ ആണെങ്കിൽ 60 ലിറ്റർ ആകുമ്പോൾ 30ന്റെ ഇരട്ടി, അപ്പോൾ എയുടെ ഇരട്ടി 2A. അപ്പോൾ ഇവിടെ 15 ലിറ്റർ ആയി, 30ന്റെ പകുതി, അപ്പോൾ എയുടെയും പകുതിയാവണം A/2. 30ന്റെ 4 ഭാഗമാണ് 7.5. അപ്പോൾ ഇവിടെയും എയുടെയും 4 ഭാഗമാവണം. അപ്പോൾ A/4 നമുക്ക് എഴുതാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഗ്യാസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ബോയ്സ് ലോ, രണ്ടാമത് ചാൾസ് ലോ, മൂന്നാമത് അവഗാഡ്രോസ് ലോ. ഒന്നുകൂടെ ഞാൻ പറയാം. എന്താ ബോയ്സ് ലോ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ലോ പറയുക, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം പറയാം. ബോയ്സ് ലോ പറഞ്ഞിരിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം വി പ്രപ്പോർഷണൽ 1/P
വേറൊന്ന് നമ്മൾ പറഞ്ഞല്ലോ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അതുപോലെ വേറൊന്നുകൂടെ പറഞ്ഞു PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അത് മൂന്നും നിങ്ങളുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇത് മൂന്നും ഈ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ കേട്ടതിന് ശേഷം കൃത്യമായിട്ട് നോട്ട്ബുക്കിനകത്ത് ബോയ്ഡ്സ് ലാ എന്താണെന്ന് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കേട്ടെഴുതാം, അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഴുതുക. മാത്തമാറ്റിക്കൽ ഫോം എന്ന് എഴുതിയിട്ട് ബോയ്ഡ്സ് ലേക്ക് എഴുതേണ്ട മാത്തമാറ്റിക്കൽ ഫോം ഏതൊക്കെയാണ്? V പ്രപ്പോർഷണൽ 1/P, P1 V1 is equal to P2 V2, PV is equal to a constant. രണ്ടാമത് പറഞ്ഞത് ചാൾസ് ലാ. ചാൾസ് ലയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of a fixed mass of gas is directly proportional to the temperature at Kelvin scale. അവിടെ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം പറഞ്ഞിരിക്കുന്നത് V പ്രപ്പോർഷണൽ T എന്നാണ്. V കൂടുന്നതിനനുസരിച്ച് Tയും കൂടണം. അപ്പോൾ സ്ഥിര മർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന് താപനില കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരെ ആനുപാതികമായിരിക്കും. മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ്. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരെ ആനുപാതികമായിരിക്കും. മൂന്നാമത് പറഞ്ഞത് അവഗാഡ്രോസ് ലാ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതികമായിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദി വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം V പ്രപ്പോർഷണൽ N. ഇത്രയും ഭംഗിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് മോൾ കൺസെപ്റ്റ് അടുത്ത ദിവസമാണ്.